വെൽക്കം ബാക്ക് ടു ജിനോടെ ക്ലോക്സ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. സാംസങ് ഗാലക്സി A37 5G എന്ന് പറയുന്ന ഫോണിൻ്റെ ഒരു ജെനുവിൻ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജപ്പാൻ സ്കോറിനെ കോൺടാക്ട് ചെയ്യാം. അവരെ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കാം. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടെക് വീഡിയോസ് ഡെയിലി കാണാനായിട്ട് നമ്മുടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ഈ ഒരു ഫോണിൻ്റെ ബോക്സ് വരുന്നത്. കാണാൻ ഭയങ്കര സ്ലിം ആണ്, കാരണം ഇതിൽ കേസോ ചാർജറോ കാര്യങ്ങളൊന്നുമില്ല. വളരെ സ്ലിം ആയിട്ടുള്ളൊരു ബോക്സാണ്. ഇതിലാകെ കൂടെ നമുക്ക് വരുന്നത് ഒരു ചാർജിങ് കേബിൾ മാത്രമാണ്. അതുപോലെ തന്നെ ഒരു സിം ഇജക്റ്റിംഗ് പിന്നും ഒരു ചെറിയ ബോക്സും പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് പേർപ്പേഴ്സാണ്. അതുകൊണ്ട് ഞാൻ അൺബോക്സിംഗ് ഒന്നും കാര്യമായിട്ട് കാണിക്കുന്നില്ല. സോ ഇതാണ് നമ്മുടെ ഡിവൈസ്. ഈ ഒരു കളറിലെ ഡിവൈസാണ് നമുക്ക് റിവ്യൂ ചെയ്യാൻ കിട്ടിയിട്ടുള്ളത്. ഇതേപോലെ കുറച്ചുകൂടി കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. സോ ഈ ഒരു ഫോണിൻ്റെ ഡിസൈനിനെ പറ്റി പറയുകയാണെങ്കിൽ 7.4 mm മാത്രം തിക്നെസ് ഉള്ള ഒരു സ്ലിമ്മസ്റ്റ് ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഫോണുകളും ഈ ഒരു 8 അല്ലെങ്കിൽ 7 ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു അതിശയം തോന്നുന്നില്ല. എന്നാൽ കമ്പാരിറ്റീവ്ലി ഒരു സ്ലിം ഫോൺ തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 196 ഗ്രാംസിൻ്റെ വെയിറ്റ് മാത്രമേ വരുന്നുള്ളൂ. സോ അതും ഒരു നോർമൽ വെയിറ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഫ്രെയിമാണ് വന്നിരിക്കുന്നത്, പ്ലാസ്റ്റിക് ബാക്കാണ് വന്നിരിക്കുന്നത്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിസൈനെ പറ്റി പറയുന്നത്. IP68 റേറ്റിംഗ് വരുന്നുണ്ട്. ക്യാമറ പമ്പ് നോക്കുകയാണെങ്കിൽ ഏറ്റവും പുതിയ ഗാലക്സി S26 ആ ഒരു മോഡലിലാണ് ഇതിൻ്റെ ക്യാമറ പമ്പ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ പ്രൊട്ടക്ഷൻ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് കോണിംഗ് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസിൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. സോ ഇതൊക്കെയാണ് ഡിസൈൻ പറയുന്നത്. ഡിസൈൻ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു പ്രീമിയം ഫീലൊക്കെ വരുന്നുണ്ട്. ക്യാമറ മോഡൽ കുറച്ചുകൂടി മാറ്റമായിരുന്നു, എന്നാലും ഓൾമോസ്റ്റ് ഡിസൈനിൽ നമുക്കൊരു പ്രീമിയം ഫീലും നമുക്ക് പിടിച്ച് യൂസ് ചെയ്യുമ്പോഴൊക്കെ നല്ലൊരു പ്രീമിയം ഫീൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും കുറച്ചുകൂടി നല്ലൊരു പ്രീമിയം ഫീല് നമുക്ക് തോന്നുന്നുണ്ട്. സോ ഡിസൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഫോണിൻ്റെ ഡിസ്പ്ലേനെ പറ്റി പറയുകയാണെങ്കിൽ 6.7 ഇഞ്ച് സൈസുള്ള ഒരു AMOLED ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് നോക്കുകയാണെങ്കിൽ നമുക്ക് 1900 നിറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. 385 ppi ക്ലാരിറ്റി വരുന്നുള്ളൂ. സോ ഡിസ്പ്ലേയിൽ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള പറയാനുള്ള സ്പെസിഫിക്കേഷൻസ്. AMOLED ഡിസ്പ്ലേ ആണ്, നമുക്ക് സാംസങ് പിന്നെ അങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ബട്ട് കുറച്ചുകൂടി നല്ല സ്പെസിഫിക്കേഷൻസോ കാര്യങ്ങളൊന്നും ഇതിൽ സാംസങ് വലിയ രീതിയിൽ പുറത്തു വിട്ടിട്ടില്ല. അതുകൊണ്ട് ഡിസ്പ്ലേ ജസ്റ്റ് ഓക്കെയാണ്, നമുക്ക് യൂസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ നല്ല എക്സ്പീരിയൻസ് തന്നെയാണ്. നമുക്ക് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നല്ല എക്സ്പീരിയൻസ് തന്നെയാണ് ഡിസ്പ്ലേ സൈഡിൽ നിന്ന് കിട്ടുന്നത്. ഇനി ഒരു ഫോണിൻ്റെ ക്യാമറ സൈഡ് നോക്കുകയാണെങ്കിൽ മെയിൻ സെൻസറായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് 50 മെഗാപിക്സലിൻ്റെ ഒരു ക്യാമറയാണ്. അതിൻ്റെ കൂടെ 8 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ്, പിന്നെ 5 മെഗാപിക്സലിൻ്റെ ഒരു മാക്രോ ലെൻസ്. ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ നമുക്ക് 12 മെഗാപിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയാണ് വന്നിട്ടുള്ളത്. നമുക്ക് മാക്സിമം 4K 30 fps വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ട്. അത് ഫ്രണ്ടിലാണെങ്കിലും റിയറിലാണെങ്കിലും വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ട്. സോ ഇതൊക്കെയാണ് നമുക്ക് ക്യാമറ സൈഡിൽ നിന്ന് വന്നിട്ടുള്ള സ്പെക്ക്. ബാറ്ററി സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് 5000 mAh ബാറ്ററി അവൈലബിൾ ആയിട്ടുള്ളൂ. ബട്ട് അത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പവർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. 45 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് നമുക്ക് ഈ ഒരു ഫോണിൽ അവൈലബിൾ ആണ്. ഇനി ചിപ്സെറ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ സാംസങ് പ്രൊഡ്യൂസ് ചെയ്യുന്ന Exynos 1480 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 4 നാനോമീറ്റർ ചിപ്സെറ്റ് ആണ് ഈ ഒരു ഫോണിൽ വന്നിട്ടുള്ളത്. മാത്രമല്ല എക്സ്ക്ലിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്ക്ലിപ്പ് 530 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു GPU സപ്പോർട്ടും നമുക്കിതിൽ വരുന്നുണ്ട്. ഇതിൽ ഏത് UFS ആണ് യൂസ് ചെയ്തതെന്നുള്ളത് സാംസങ് എവിടെയും റിവീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ UFS ഏതാണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ പെർഫോമൻസ് സൈഡ് നോക്കി നോക്കുമ്പോൾ വലിയ കാര്യമായിട്ടൊരു പെർഫോമൻസ് കിട്ടുന്നില്ല. നമ്മൾ BGMI ഗെയിമിങ്ങോ അല്ലെങ്കിൽ മറ്റ് ഗെയിമുകളൊക്കെ നോക്കുമ്പോൾ കുറച്ച് ഒരു നോർമലായിട്ടുള്ള രീതിയിൽ തന്നെയാണ് പറ്റുന്നുള്ളൂ. നമുക്ക് ഒരു ഗെയിമിംഗ് ഫോണോ അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് ഫോണായിട്ടോ ഇതിനെ ഒരിക്കലും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ബട്ട് നോർമൽ ഡേ ടു ഡേ ടാസ്കുകളും കാര്യങ്ങളൊക്കെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്രേ പറയാനുള്ളൂ. സോ ചിപ്സെറ്റിൻ്റെ സൈഡിൽ നിന്ന് കുറച്ചുകൂടി നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. ഈ ഒരു ക്വാളിറ്റിയിലായിരിക്കും നമുക്ക് A37 ഫ്രണ്ട് ക്യാമറയിൽ 4K 30 fps വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുക. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട്. പിന്നെ കളറൊക്കെ ഒരു നാച്ചുറൽ ടോൺസ് ആണ് എപ്പോഴും സാംസങ്ങിൻ്റെ ഉള്ള പോലെ തന്നെ. സോ ഇതാണ് ഫ്രണ്ട് ക്യാമറ ക്വാളിറ്റി. ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് HD ആണെങ്കിലും 4K ആണെങ്കിലും 30 fps സപ്പോർട്ടുള്ളൂ, 60 fps സപ്പോർട്ട് ഇല്ല കേട്ടോ. ഈ ഒരു ക്വാളിറ്റിയിലായിരിക്കും നമുക്ക് സാംസങ് A37 റിയർ ക്യാമറയിൽ 4K 30 fps വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുക. നമുക്ക് ആക്ച്വലി 60 fps വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റും. സോ ഇതാണ് അതിൻ്റെ ക്വാളിറ്റി വരുന്നത്. എങ്ങനെയുണ്ടെന്ന് പറയാം. ഇനി ഒരു ഫോണിൻ്റെ മറ്റ് പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ ഈ ഒരു ഫോണിൽ വന്നിട്ടുള്ള OS നമ്മുടെ സാംസങ്ങിൻ്റെ തന്നെ One UI 8.5 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു OS ആണ്. അത് അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ്. നല്ല സ്മൂത്ത് ആണ്, നമുക്ക് ലാഗോ കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ നല്ല ആനിമേഷൻസ്, നല്ല ഫോൺ സ്റ്റൈൽസ്, മൊത്തത്തിൽ കാണാൻ വളരെ അട്രാക്റ്റീവ് ആണ് ഇതിൻ്റെ OS എന്ന് പറയുന്നത്. പിന്നെ ഫോണ് നല്ലൊരു അടിപൊളി ലുക്കാണ് എന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. പിന്നെ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് വരുന്നത്. അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റിയുള്ള സ്റ്റീരിയോ സ്പീക്കേഴ്സിൻ്റെ സപ്പോർട്ടും വരുന്നുണ്ട്. സോ ഇതൊക്കെയാണ് നമുക്ക് ഫോണിനെ പറ്റിയിട്ട് ഓവറോൾ പറയാനുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് പറയുന്നത് ഈ ഒരു ഫോണിൻ്റെ പ്രൈസാണ്. ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് ഏകദേശം വരുന്നത് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ആയിട്ട് 8GB 128-ന് 42,000 രൂപയാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ 12GB 256GB നമുക്ക് 53,000 രൂപയുടെ അടുത്ത് പ്രൈസ് വരുന്നുണ്ട്.
സോ ഇത് കുറച്ച് ലിറ്റിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഫോണാണ്. ഇപ്പോൾ സാംസങ്ങിൻ്റെ എല്ലാ ഫോണുകളും കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടാണ് ഇറങ്ങുന്നത്. സോ നിങ്ങൾക്കൊരു ഓഫ്ലൈൻ മാർക്കറ്റിൽ നേരിട്ട് പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് ഫോൺ എടുക്കണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ ഈ ഒരു ഫോൺ എടുക്കാവുന്നതാണ്. അതെല്ലാം നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്നാണെങ്കിലും ഫോൺ പർച്ചേസ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് കിട്ടാനുള്ള സാധ്യതകൾ ഞാൻ കുറച്ച് ഓപ്ഷൻസ് ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ സാംസങ്ങിൻ്റെ തന്നെ S24 എന്ന് പറഞ്ഞിട്ടുള്ള ഫോൺ ചിലപ്പോൾ ഓഫറിലൊക്കെ 45 ആ റേഞ്ചിൽ പ്രൈസിൽ വരാറുണ്ട്. ആ ഒരു സമയത്ത് ഈ ഒരു ഫോണിന് വരാൻ ആ ഒരു ഫോൺ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും. അതിൽ സ്നാപ്ഡ്രാഗൻ്റെ 8 എലീറ്റ് അല്ല 8 Gen 5 ചിപ്സെറ്റൊക്കെ വരുന്ന ഒരു ഇതാണ്. നല്ലൊരു ഫോണാണ്. അതുപോലെ തന്നെ നമ്മുടെ ഐക്യൂൻ്റെ Neo 10 ഉണ്ട്, പിന്നെ വിവോൻ്റെ V70 ഉണ്ട്. ചിലപ്പോൾ V70 എലൈറ്റ് നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ച് കിട്ടും. അതുപോലെ തന്നെ റെനോൻ്റെ 15 സീരീസ്, പിന്നെ വൺപ്ലസിൻ്റെ 15R, അതുപോലെ തന്നെ റെനോൻ്റെ 15 Pro മിനി, പിന്നെയും കുറേ മറ്റ് ഫോണുകളൊക്കെ നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നത്തിങ്ങിൻ്റെ ചില ഫോണുകളൊക്കെ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആയിരിക്കും. സോ പ്രൈസിങ് ചെയ്ത സമയത്ത് കുറച്ച് പ്രൈസിങ് കൂടിയ പോലെ എന്തിനാണ് ഇത് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ചിപ്സെറ്റ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യായിരുന്നു, ക്യാമറ സെറ്റപ്പ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യായിരുന്നു, ഒരു ടെലിഫോട്ടോ ലെൻസ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കാമായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നി. സോ ഈ ഒരു ഫോണിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു ഓഫ്ലൈൻ മാർക്കറ്റ് ഫോണാണ്. നിങ്ങൾക്ക് നല്ലൊരു പ്രീമിയം ലുക്ക് വേണം, ഡിസ്പ്ലേ കുഴപ്പമുണ്ടാകാൻ പാടില്ല, ക്യാമറ ഒരു നോർമൽ പെർഫോമൻസ് മതി, ഫോണിൻ്റെ ചിപ്സെറ്റും ഒരു നോർമൽ മതി എന്നൊക്കെ ഉള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫോൺ എടുക്കാം. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളൊരു സാംസങ് ഡൈഹാർഡ് ഫാനാണ്, സാംസങ് ഫോണുകളാണ് സാധാരണ യൂസ് ചെയ്യാറ്, സാംസങ്ങിൻ്റെ UI ഒരുപാട് ഇഷ്ടമാണ് എന്നൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഫോൺ യൂസ് ചെയ്യാവുന്നതാണ്, പ്രിഫർ ചെയ്യാവുന്നതാണ്. അല്ലാത്തവർക്ക് കുറച്ചുകൂടി നല്ല ഓപ്ഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞതും ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. സോ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു ഫോണിനെ പറ്റി പറയാനുള്ളത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഫോണാണ്. ഇതൊരു എന്താ പറയുക, ഒരു ഗെയിമിംഗ് ഫോണോ അല്ലെങ്കിൽ ഒരു ക്യാമറ ഫോണോ അല്ല. ഈ പറഞ്ഞ പോലെ ചിപ്സെറ്റും ക്യാമറയും കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരായിരുന്നു എന്നുകൂടി ഞാൻ അതിൻ്റെ കൂടെ പറയും. സോ ഇതൊക്കെയാണ് എൻ്റെ അഭിപ്രായങ്ങൾ. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. സോ എന്തൊക്കെ പറഞ്ഞാലും നമ്മളൊരു കടയിൽ പോയി നമ്മൾ സാംസങ്ങിൻ്റെ ഫോണൊക്കെ ചോദിച്ച് വാങ്ങിച്ച് അത് എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങിക്കുന്ന ഒരു ഫീൽ വേറെ തന്നെയാണ്. ബട്ട് ഇത് വെച്ച് നമുക്ക് കൂടുതൽ എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ള രീതിയിൽ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ക്യാമറയോ കാര്യങ്ങളോ അല്ലെങ്കിൽ വീഡിയോ കാര്യങ്ങളോ ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. അത്യാവശ്യം 4K 30fps വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാനും പറ്റുന്നില്ല, സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. മെയിനായിട്ട് ഈ Exynos 1480 എന്ന് പറയുന്ന ചിപ്സെറ്റ്, സാംസങ്ങിൻ്റെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചിപ്സെറ്റ് കുറച്ചുകൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്ത് വരികയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ നിങ്ങൾക്ക് ഇനി കൂടുതൽ ഈ ഒരു ഫോണിനെ പറ്റി എന്തെങ്കിലും അറിയാനാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് വഴി ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൽ വന്ന് മെസ്സേജ് അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം, എനിക്ക് അറിയാവുന്ന ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. സോ ലുക്ക് അടിപൊളിയാണ്, കളറും അടിപൊളിയാണ്, വേറെയും കളേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ എന്തായാലും ഞാൻ സൈൻ ഔട്ട് ചെയ്യട്ടെ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാതിരിക്കും. ബൈ. ജിനോ ടെക്ലോസ്. ഈ ഒരു ഫോൺ പർച്ചേസ് ചെയ്യാനാണ് നിങ്ങൾക്ക് ജപ്പാൻ സ്കോറിനെ കോൺടാക്ട് ചെയ്യാം. സോ അവർ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ബെസ്റ്റ് പ്രൈസിൽ ബെസ്റ്റ് ഓഫറിൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ആ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടും. ഈ ഫോൺ മാത്രമല്ല, നിങ്ങൾക്ക് ഒരുപാട് ഫോണുണ്ട്, ഏതൊരു ബ്രാൻഡ് ഫോണാണെങ്കിലും ഏത് മോഡലാണെങ്കിലും നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാം. അവരെ കോൺടാക്ട് നമ്പർ കൊടുക്കാം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാതിരിക്കും. ബൈ. ജിനോ ടെക്ലോസ്.